പാലാ നഗരസഭയിൽ പുളിക്കകണ്ടം കുടുംബത്തിന്റെ പിന്തുണ ആർക്ക് എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. വൈകിട്ട് 7:30 ബിനു പുളിക്കകണ്ടം തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ UDF വിജയിച്ച മുഴുവൻ നഗരസഭകളിലും ടേം വ്യവസ്ഥയിലായിരിക്കും അധ്യക്ഷ സ്ഥാനം. 26 അംഗ പാലാ നഗരസഭയിൽ 2 പേരുടെ പിന്തുണ ലഭിച്ചാൽ LDF-ന് ഭരിക്കാനാകും. നിലവിൽ 10 സീറ്റുള്ള UDF-ന് സ്വതന്ത്രരായി ജയിച്ച 4 പേരുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിലേറാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ബിനു പുളിക്കകണ്ടം, സഹോദരൻ ബിജു പുളിക്കകണ്ടം, മകൾ ദിയ ബിനു എന്നിവരുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. UDF വിമതയായി ജയിച്ച ആശാ രാഹുലിനെ സ്വന്തം പാളയത്തിലെത്തിക്കാനും ഇരുമുന്നണികളും ശ്രമിക്കുന്നുണ്ട്. UDF-ന് മികച്ച മേൽക്കൈയുള്ള പത്തനംതിട്ട നഗരസഭയിൽ കോൺഗ്രസിലെ 3 പേർക്ക് വീതം അധ്യക്ഷസ്ഥാനം വീതിച്ചു നൽകും. ആദ്യത്തെ 2 വർഷം സിന്ധു അനിൽ അധ്യക്ഷയാകും. 1 വർഷം ഗീതാ സുരേഷും അവസാന 2 വർഷം അംബിക വേണുവും അധ്യക്ഷയാകും. തിരുവല്ല നഗരസഭയിൽ അധ്യക്ഷസ്ഥാനം പട്ടികജാതി വനിതാ സംവരണമാണ്. കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധി ഇല്ലാത്തതോടെ അധ്യക്ഷസ്ഥാനം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും മുസ്ലിം ലീഗും പങ്കുവയ്ക്കും. അതേസമയം UDF-ന് മേൽക്കൈയുള്ള അടൂർ നഗരസഭയിൽ അധ്യക്ഷൻ ആരാകണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. 24 കോട്ടയം, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.